അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഏത് നേരത്തെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 125 ml കപ്പിൽ 3/4 കപ്പോളം അരിപ്പൊടിയും അതേ അളവിൽ തന്നെയാണ് തേങ്ങ ചിരവിയതും എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി ഉണ്ടല്ലോ നല്ല പോലെ വറവായി കിട്ടണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ടത് വറവാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ യെല്ലോ കളറിലേക്ക് ഇങ്ങനെ മാറി വരുന്ന ആ ഒരു പരുവത്തിലാവും നമ്മൾ ഈ ഒരു അരിപ്പൊടി നല്ല വെള്ളയിൽ നിന്ന് മാറിയിട്ട് ചെറിയൊരു യെല്ലോ കളർ വരും. അതാണ് ഇതിൻ്റെ പാകം. അതേപോലെ തന്നെ നമ്മൾ കടിച്ചു നോക്കുമ്പോൾ ഈ ഒരു അരിപ്പൊടിൻ്റെ തരികളൊന്നും പച്ച ചുവയ്ക്കരുത്. ആ ഒരു രീതിക്ക് വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു കളർ ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇട്ട കളറും ഇപ്പോൾ ഉള്ള കളറും ഭയങ്കര ഡിഫറൻസ് തന്നെ ഉണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു നെയ്യിൽ ഈ ഒരു മൊത്തം അരിപ്പൊടിയും നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ, ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ പൊടി ഇതിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ അലിഞ്ഞു ചേരാനുള്ള നെയ്യൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും തോറും അത് നല്ലപോലെ അതിൽ ലയിച്ച് ചേരും ആ ഒരു പൊടി കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പൊടി വേവും ചെയ്യും നല്ലപോലെ. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇതുപോലെ ചെയ്തെടുക്കണത്. ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളത് മാറ്റി കൊടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ. വീണ്ടും നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് വീണ്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നെയ്യ് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി വേറെ ഏതെങ്കിലും നട്ട്സാണ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു നട്ട്സും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പാക്കും ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് എണ്ണയിൽ ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുത്താൽ നമുക്ക് നല്ലൊരു നിറം കിട്ടും. ഒപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം.
ഇതപ്പോൾ നമ്മൾ ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ചിരവി മാറ്റി വെച്ച നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അത് ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ആ തേങ്ങ മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞ മധുരം മതി എന്നുള്ളവർക്ക് 2 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി നമ്മളിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നല്ലപോലെ മെൽട്ടായി വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ മറ്റേ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഇത് ഉരുകി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പോലെ പെട്ടെന്ന് പഞ്ചസാര മെൽട്ടായി കിട്ടും. അപ്പോൾ അതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ അതിൻ്റെ കറക്റ്റ് ആ ഒരു രീതിക്ക് തന്നെ അത് നല്ലപോലെ അലിഞ്ഞു വരും. വെള്ളം ഒരിക്കലും ഓവറായി പോവരുത്. ഈ ഒരു രീതിക്ക് തന്നെ വെറും 2 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ വറവാക്കി മാറ്റി വെച്ച നമ്മളെ അരിപ്പൊടി ഉണ്ടല്ലോ, അത് കണ്ടോ, കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു വറവിൽ തന്നെ അത് നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം നമ്മൾ കൂട്ടി വെച്ചാൽ ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്താൽ കുറച്ച് ടൈം പിടിച്ചാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് നമുക്ക് കിട്ടുക. ഇത് ഏകദേശം നല്ലപോലെ ഇതിങ്ങനെ കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ വറുത്ത് കോരി മാറ്റി വെച്ച് നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതായത് ഇത് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടാവും. കൈയൊന്ന് വെള്ളത്തിൽ മുക്കി അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം ഇതൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്കിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനിത് ലഡു പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത്. ചെറിയ ചെറിയ ലഡുകളാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതാ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ആക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇതാ ഇത്ര പണിയുള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്കിന്. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് ചൂടാറിയതിന് ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലുമ്മ അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും മടിച്ച് നിൽക്കരുത്.
ഈ ഒരു അളവിലുണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ സാധനങ്ങളുണ്ടാവും, പലഹാരം ഉണ്ടാവും. അപ്പോൾ അത് അന്നത്തെ നമ്മൾ ഈ ഒരു പലഹാരം മുഴുവനായിട്ടും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിച്ചാലും പൂതി തീരാത്ത നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.